ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെയും കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ള 62 ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് ചെയ്തവർക്കെല്ലാം ഡിസംബർ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി 900 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുംബൈയിലെ റിസർവ് ബാങ്കിൻ്റെ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനത്തിലൂടെ സംസ്ഥാന സർക്കാർ 3500 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. ഈ തുകയിൽ നിന്ന് 900 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് മറ്റന്നാൾ മുതൽ ചിലവഴിക്കുന്നത്. മെയ് 29 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കും. 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 200 രൂപ മുതൽ 500 രൂപ വരെ പെൻഷൻ തുകയിൽ വിഹിതമുള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടിലെത്തുക. 1600 രൂപയ്ക്ക് പകരം ഇങ്ങനെയുള്ളവർക്ക് 1100 രൂപ, 1300 രൂപ, 1400 രൂപ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും അക്കൗണ്ടിലെത്തുക. കുറവ് വരുന്ന കേന്ദ്രവിഹിതം പിന്നീട് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകമായി എത്തിച്ചേരുന്നതാണ്. കേന്ദ്രവിഹിതം ഇല്ലാത്തവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും 1600 രൂപ തന്നെ എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക DBT സെൽ വഴി ലഭിക്കുന്നവർക്കാണ് ബുധനാഴ്ച അക്കൗണ്ടുകളിലേക്ക് ആദ്യം തുക എത്തുക. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ വിതരണം ഉള്ളവർക്ക് വെള്ളിയാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വിതരണം പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്ക് പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് 10 ദിവസത്തോളം പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും മറ്റന്നാളത്തെ പെൻഷൻ വിതരണത്തിന് ശേഷവും 5 മാസത്തെ പെൻഷൻ സംസ്ഥാനത്ത് കുടിശ്ശിക ആയിരിക്കും. ഓരോരുത്തർക്കും 8000 രൂപ വീതം നൽകുവാനുണ്ടാകും. ഈ കുടിശ്ശിക എങ്ങനെ തീർക്കുമെന്നുള്ള സർക്കാർ അറിയിപ്പ് തിരഞ്ഞെടുപ്പ് ചട്ടം അവസാനിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷമാകും ഉണ്ടാവുക.